ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വൃശ്ചികം 1-ാം തീയതി, ഈ വരുന്ന നവംബർ 17-ാം തീയതിയാണ് വൃശ്ചികം 1-ാം തീയതി. വൃശ്ചികം പിറക്കുകയാണ്. അപ്പം ഈ വൃശ്ചികം മുതൽ ചില നക്ഷത്രക്കാർ, അതായത് ഒരു 12 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചകളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ 12 നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ വീഡിയോ മുഴുവനും കേൾക്കണം, കാരണം മറ്റു ചില നക്ഷത്രക്കാരുടെ ചില കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും, യാതൊരു സംശയവും വേണ്ട. ഞാൻ പറയുന്ന ഏതൊരു കാര്യങ്ങളും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും, നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകാൻ ഉപകരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. ഇന്ന് വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പുത്തങ്കാവ് അമ്പലത്തിൽ പോകും. അപ്പം ഇന്ന് വെള്ളിയാഴ്ച പുത്തങ്കാവ് അമ്പലത്തിൽ പോയപ്പം അവിടെ കുറേ നമ്മുടെ തന്നെ വീഡിയോ കാണുന്ന കുറേ, ഞാൻ തന്നെ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറേ ആളുകളെ കണ്ടു. അതിൽ ഒരുപാട് സന്തോഷം തോന്നി. ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ സ്ഥലവും വീടും വിറ്റു. ഞാൻ പറഞ്ഞ കാര്യം പുത്തങ്കാവിൽ ചെയ്ത് കഴിഞ്ഞ സ്ഥലവും വീടും വിറ്റു. അപ്പോൾ അദ്ദേഹം വഴിപാട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നി. കാരണം ഒരാളൊരു സ്ഥലവും വീടും വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലാണ്. അപ്പം ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു, പുത്തങ്കാവിലും വീടും കൂടെ നന്ദി പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ അനുസരിച്ചു ഒരു വഴിപാട് പുത്തങ്കാവിൽ നേർന്നു. അതനുസരിച്ച് സ്ഥലവും വീടും വിറ്റുപോയി. വളരെ സന്തോഷം തോന്നി. പിന്നെ വേറെ 2 പേരുടെ സ്ഥലവും വീട് ഇതുപോലെ വിറ്റു. അവരും പുത്തങ്കാവിലമ്മയ്ക്ക് 6 നാഴി പായസം കഴിക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞ അനുസരിച്ച് ചെയ്തു. വളരെ സന്തോഷം തോന്നി. അങ്ങനെ 3 പേരുടെ സ്ഥലവും വീടും വിറ്റവരുടെ അനുഭവങ്ങൾ അവർ അമ്പലത്തിനവിടെ വെച്ച് എന്നോട് പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അവരതിൻ്റെ ഒരു സന്തോഷം, സ്നേഹം ഇതൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ ഒരാൾ സ്ഥലം വാങ്ങി, അവർ സന്തോഷം പറഞ്ഞു. അങ്ങനെ 4 പേരുടെ അനുഭവങ്ങൾ ഇന്ന് അവർ പറഞ്ഞു. ഇതെല്ലാം ഞാൻ ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പം പിന്നെ പുത്തങ്കാവിലമ്മയുടെ ഞാൻ അമ്മയോട് നന്ദി പറയാൻ പറഞ്ഞു. നമ്മൾ പറയുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾ ആ വിശ്വാസത്തോടെ അത് നേർന്നുകൊണ്ടും ഒക്കെയാണ്. പിന്നെ അമ്മയുടെ ഏറ്റവും പ്രധാനം അമ്മയുടെ അനുഗ്രഹമാണ്. അതിന് അമ്മയ്ക്ക് കൂടി നന്ദി പറയുക എന്നുള്ളതാണ്. പിന്നെ ഒരാൾ എന്നെ നോക്കി അമ്പലത്തിനവിടെ നിന്നിരുന്നു. അവർ മോൾക്ക് BSc നേഴ്സിങ്ങിന് വേണ്ടി കൊടുത്തിട്ട് അത് ഒരുപാട് എന്തൊക്കെയോ തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ അനുസരിച്ച് പുത്തങ്കാവിലമ്മയ്ക്ക് 6 നാഴി പായസം ചെയ്തു. സർപ്പത്തിൻ്റെ അവിടെ പുത്തങ്കാവ് ക്ഷേത്രത്തിലെ സർപ്പനടയിൽ തന്നെ നെയ്വിളക്ക് തെളിയിച്ച് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അതെല്ലാം ശരിയായി. അതിൻ്റെ ലെറ്ററൊക്കെ വന്നു. ആ ഒരു സന്തോഷം പറയാൻ വേണ്ടി അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നി. നമ്മളെല്ലാം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. എത്രയോ ജീവിതങ്ങളാണ് മാറുന്നത്, എത്രയോ ആളുകളുടെ ജീവിതങ്ങളാണ് രക്ഷപ്പെടുന്നത്. എല്ലാം ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ലളിതമായ നല്ല കാര്യങ്ങളും മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ നിങ്ങൾ എത്ര ഭക്തിയോടെ അത് ചെയ്യുന്നു, എത്രമാത്രം വിശ്വസിക്കുന്നു, അതനുസരിച്ചിരിക്കും ഫലം വരുന്നതും വരാത്തതും. പറഞ്ഞു കൊടുക്കുന്നവരോടെ എല്ലാം ഇത് തന്നെ പറഞ്ഞു കൊടുത്തിട്ട് വിശ്വാസത്തോടെ അത് ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാനും ഒരു നിമിത്തമാണ്. കാരണം ഞാൻ ഈ നാവുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സന്തോഷമുണ്ട്. അതെല്ലാവരുമായിട്ട് പങ്കുവെച്ചതേ ഉള്ളൂ. എത്രയോ കുടുംബങ്ങളാണ്, എത്രയോ ജീവിതങ്ങളാണ് മാറുന്നത്. അപ്പം അത് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി വയ്യാഴികയുണ്ട്. ഞാൻ ഒരു കഫക്കെട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാം കുറഞ്ഞ് വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പഴയ വർക്കുകൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഫ്രീ ആകുമ്പോൾ ഞാൻ പിന്നെ സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളും അതൊക്കെ അത് ആവശ്യമുള്ളവർ ചെയ്യുക. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അതിനൊരു വിശ്വാസം കൊടുക്കണം. അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ ചെയ്യുക, അല്ലാതൊരു ചെയ്യേണ്ടെന്നേ പറയത്തുള്ളൂ. ഇതാണ് സാഹചര്യം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്കുകൾ ഒരുപാട് തീരാൻ കിടക്കുകയാണ്. എനിക്കിടയ്ക്കൊരു വയ്യാഴിയൊക്കെ വന്നു. ഇപ്പോഴും റിക്കവറി ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവശിവ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് നക്ഷത്രഫലം കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക, ശരിയായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണമുണ്ടാകും. നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം.
അപ്പോഴേ വൃശ്ചിക മാസം വൃശ്ചികം പിറക്കുന്നു. അതായത് ഈ വരുന്ന നവംബർ 17-ാം തീയതി വൃശ്ചികം 1 വൃശ്ചിക മാസം പിറക്കുകയാണ്. അപ്പോൾ അന്നു മുതൽ ഉള്ള ഒരു മാറ്റമുണ്ടാകുന്ന ഒരു 12 നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷവും മറ്റു ചില നക്ഷത്രക്കാരെക്കുറിച്ച് വേറെ ചില കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൂടി നിങ്ങൾ അറിയണം, വീഡിയോ മുഴുവൻ കേൾക്കണം കേട്ടോ. അതും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉറപ്പായിട്ടും. ഇപ്പോൾ ഒരു വീട് വെക്കാൻ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നു, ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക, വീഡിയോ അത് മിസ്സാകരുത് കേട്ടോ. മുഴുവൻ കാണുക, ഉപകാരപ്പെടും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ആ 12 നക്ഷത്രക്കാരെക്കുറിച്ചാണ്. അതായത് മകം, പൂരം, ഉത്രം. ഞാൻ ഓർഡറിലൊന്നുമല്ല പറയുന്നത്, ഞാൻ ആ മനസ്സിൽ വരുന്ന ക്രമത്തിലാണ് പറയുന്നത് കേട്ടോ. മകം, പൂരം, ഉത്രം ഈ 3 നാളുകാർക്ക് ഈ വൃശ്ചികം പിറക്കുന്നതോടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് എന്തൊക്കെ മാറ്റങ്ങളാണ്? ഇപ്പം ജോലിയിൽ ഒരു പുരോഗതി ഉണ്ടാകാം. മാത്രമല്ല, ശ്രദ്ധിച്ച് കേട്ടോണം, ലോണിന് അപേക്ഷിച്ചിരിക്കുന്നവർക്ക് ലോൺ കിട്ടാം. അതുപോലെ ചിട്ടി അതുപോലുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ചിലപ്പോൾ ചിലർക്കെങ്കിലും അടിക്കാം, സാധ്യത കൂടുതലാണ്. അതുപോലെ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ, നമ്മളൂടെ ശ്രമിക്കണം, താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്, ശ്രമിച്ചാൽ വസ്തുക്കൾ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ വാങ്ങുവാനും സാധിക്കും. പിന്നെ നമ്മളുടെ ഏത് ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ വൃശ്ചികം തൊട്ടങ്ങോട്ട്. പിന്നെ അതുപോലെ തന്നെ ധനനേട്ടം, അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ധനം വരാനുള്ള ഒരു സാധ്യതകളും കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ, ചില രീതിയിൽ ധനനേട്ടം ഉണ്ടാകാമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിലൊരു പുതിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ വരുമാനം കൂടും. ചിലർ അവരുടെ ബിസിനസ് ഒന്ന് ഡെവലപ്പാക്കുക, അപ്പോൾ അവർക്ക് വരുമാനം കൂടും. അല്ലാതെ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്ത വരുമാനം കൂടത്തില്ല. അപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാനുള്ളൊരു അവസരം നമ്മുടെ തൊഴിൽ ഒരു പുതിയ തൊഴിലിന് ശ്രമിക്കുക, അല്ലെ നമ്മൾ ചെയ്യുന്ന തൊഴിൽ കുറച്ചുകൂടി നമ്മൾ കൂടുതൽ മാറ്റങ്ങൾ വരുത്തി ചെയ്യുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ധനനേട്ടം ഉണ്ടാകുന്നത്. സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ധനം അതുപോലെ വരത്തുള്ളൂ. പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുകയും അതൊക്കെ നല്ല രീതിയിൽ ചെയ്താൽ അതിൽ നിന്ന് ധനനേട്ടം കൂടുതലായിട്ട് ഉണ്ടാകുകയും ചെയ്യും. കർമ്മ പുരോഗതി, തൊഴിൽ പുരോഗതി ഉണ്ടാകും. മാത്രമല്ല, പേരും പ്രശസ്തിയും, 4 പേര് കൂടുന്നിടത്തൊരു ബഹുമാന്യത, ഒരു അറിയപ്പെടാനുള്ള യോഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാം. കുടുംബസുഖം, അതുപോലെ കുടുംബ ഐശ്വര്യം, ഇതൊക്കെ വന്നു ചേരാം എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന ഫലങ്ങൾ ഈ വൃശ്ചിക മാസം വൃശ്ചികം 1 മുതൽ ചിലർക്ക് അനുഭവപ്പെടാം. ചിലർക്ക് ഡിസംബർ 4-ന് ശേഷമായിരിക്കും കൂടുതലും അനുഭവപ്പെടുന്നത് കേട്ടോ. എന്നാലും ഈ ഇപ്പം തൊട്ട് വൃശ്ചികം 1 തൊട്ട് തന്നെ ഇത് അനുഭവപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് കേട്ടോ. അത് പ്രയോജനപ്പെടുത്തുക. അവിടെ ഇനിയും പറയാൻ പോകുന്നത് കാർത്തിക, രോഹിണി, മകയിരം ഈ നാളുകാർക്കും ധനനേട്ടം, പുതിയ ധനമാർഗങ്ങൾ, അതുപോലെ അവർ കുടുംബ സുഖം, കുടുംബ ഐശ്വര്യം, അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ പുതിയ ഒരു മാറ്റങ്ങൾ, ധനമാർഗങ്ങളൊക്കെ തുറന്നു വരിക. ഇവർക്കും ചിട്ടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലർക്കെങ്കിലും അടിക്കാം. അതുപോലെ തന്നെ ലോണ് ഇവർക്കും ഈ കൂട്ടർക്കും ലോണിനൊക്കെ അപേക്ഷിച്ചാലും ലോണൊക്കെ ചിലപ്പോൾ സാങ്ഷനായി ചിലർക്കെങ്കിലും കിട്ടാൻ പറ്റിയ ഒരു സമയം തന്നെയാണ്. മാത്രമല്ല, ശത്രു ശല്യങ്ങൾ കുറഞ്ഞിരിക്കും, നമ്മുടെ തടസ്സങ്ങൾ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൊഴിലിൽ നിന്നും കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വിദ്യയിൽ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം പ്രയോജനപ്പെടുത്താവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതിന് നമ്മളൂടെ ശ്രമിക്കണം. താൻ പാതി ഈശ്വരൻ പാതിയാണ്. നമുക്ക് ദൈവാനുകൂല്യം ഉണ്ടാകുന്ന ഒരു സമയമാണെങ്കിൽ നമ്മളൂടെ പ്രവർത്തിച്ചു കഴിയുമ്പോഴാണ് അത് നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന, ഈ നക്ഷത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു നല്ല ടൈമാണ് ഈ സമയം. അത് പ്രയോജനപ്പെടുത്തുക, അതിനുവേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. ഇനിയും പറയുന്ന നക്ഷത്രക്കാർ ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്കും ഭാഗ്യം അനുകൂലമാണ്, സംശയമൊന്നും വേണ്ട.
അതായത് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുക, ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ വഹിക്കാൻ അവസരം ഉണ്ടാകുക. ചുമ്മാ ഇരുന്നാൽ ഇവരെ ചിലപ്പോൾ ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ പിടിച്ച് ഇരുത്താം, ഏതായാലും സ്ഥാനമാനങ്ങൾ കിട്ടാം. പിന്നെ എന്നുവെച്ചാൽ എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും കേട്ടോ. കാരണം പലരും പല സമയത്ത് ജനിക്കുന്നവരായിരിക്കും. ഇപ്പം ഈ 3 നക്ഷത്രമാണെങ്കിൽ പോലും എല്ലാവരും ഒരു സമയത്ത് ജനിക്കുന്നവരല്ല, പല സമയങ്ങളിൽ ജനിക്കുന്നത്. അതുകൊണ്ട് ചിലർക്ക് മാറ്റം വരാം, ഇത് സാമാന്യ ഫലമാണ്. ചിലർക്കെങ്കിലും അനുഭവത്തിൽ വരാം എന്നുള്ളതാണ്. അപ്പോൾ സ്ഥാനമാനങ്ങൾ ചിലർക്കെങ്കിലും ലഭിക്കാം. പിന്നെ അതുപോലെ തന്നെ ചുമതലയുള്ള ഒരു കാര്യങ്ങൾ വഹിക്കേണ്ട ഒരു അവസരങ്ങൾ ഉണ്ടാകും. കൂടുതൽ ഉത്തരവാദിത്വമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട അവസരം ഉണ്ടാകാം. പിന്നെ വീട്, ഭൂമി ഇതൊക്കെ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് പ്രയോജനപ്പെടുത്താം ഈ സമയം. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, കുടുംബ ഐശ്വര്യം ഒക്കെ ഉണ്ടാകാം. കൂടുതൽ ആളുകളുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ ഉണ്ടാകാം. ഏതൊരു പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു കഴിവും ഒക്കെ ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. മാത്രമല്ല ഇവരുടെ സന്താനങ്ങളെ കൊണ്ട് ചിലപ്പോൾ നല്ല വാർത്തകളോ അവരുടെ ഉയർച്ചയ്ക്കുള്ള ചില കാര്യങ്ങളോ ഈ സമയത്ത് നടക്കാം. പിന്നെ കുട്ടികൾക്കും പിന്നെ ഈ നക്ഷത്രം വരുന്ന കുട്ടികൾക്കും തീർച്ചയായിട്ടും പഠനത്തിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. പിന്നെ ഈ നക്ഷത്രക്കാരുടെ കുട്ടികൾക്കും അവരെ കൊണ്ട് നല്ല വാർത്തകളും നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകാമെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ അവസരവും നല്ല ആളുകളുമായി പരിചയപ്പെടാനും സത്സംഗങ്ങളെ, നല്ല ആത്മീയമായ അനുഗ്രഹങ്ങളെ ഇതൊക്കെ കിട്ടാനും അവസരം ഉണ്ടാകാം. പുണ്യക്ഷേത്രങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള അവസരങ്ങളും വന്നു ചേരാം. പുണ്യസ്ഥലങ്ങൾ ദർശനം ചെയ്യാനുള്ള അവസരം വന്നു ചേരാം. അപ്പോൾ അത് ഒരു നല്ല കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് മൂലം, പൂരാടം, ഉത്രാടം ഈ നാളുകാരെ കുറിച്ചാണ്. ഈ സമയം പ്രയോജനപ്പെടുത്തിയാൽ അല്പം കാശുണ്ടാക്കാം. പക്ഷേ നിങ്ങളുടെ ഒരു അധികം ജോലി ചെയ്യണം. നമുക്കൊരു അവസരം കിട്ടിയാൽ പ്രയോജനപ്പെടുത്തണം. ആ സമയത്ത് വെറുതെ ഇരുന്നാൽ അത് കൊണ്ട് ഫലം ഉണ്ടാകത്തില്ല. ഈ സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ചില പൈസ ഉണ്ടാക്കാൻ പറ്റും. മൂലം, പൂരാടം, ഉത്രാടം. അപ്പം അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകാം. അതുപോലെ ധനം കൂടുതൽ ഉണ്ടാക്കാനും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത് പ്രയോജനപ്പെടുത്തണം. കുറച്ചുകൂടി അധ്വാനിച്ചാൽ ഈ സമയം കുറച്ച് 10 പൈസ കയ്യിൽ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ്. അതുപോലെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. പുണ്യക്ഷേത്രങ്ങളും ഒക്കെ ദർശനം നടത്താൻ അവസരം ഉണ്ടാകാം. വീട്, ഭൂമി ഇതൊക്കെ വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ വാങ്ങുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകാം. അതിനുവേണ്ടി പരിശ്രമിക്കുകയും കൂടി ചെയ്യണം. പിന്നെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്തിക്കോണം. നല്ലതാണ്. ഈ സമയം പ്രയോജനപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ തടസ്സമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക, അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറ്റി ഈ സമയം പ്രയോജനപ്പെടുത്തിയാൽ അവരുടെ ജീവിതത്തിലേക്ക് അത് നല്ലൊരു നേട്ടമായിട്ട് വരും. പിന്നെ പുതിയ അവസരങ്ങൾ ഉണ്ടാകാം. ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കുന്ന ഈ നക്ഷത്രത്തിൽ പെട്ടവരുണ്ടെങ്കിൽ ഈ സമയം ശ്രമിച്ചാൽ അവർ ഐക്യത്തിലാകാനും കുടുംബ ഐക്യമൊക്കെ ഉണ്ടാകാനും ഉപകരിക്കും. കുട്ടികൾക്കാണെങ്കിൽ പുതിയ വിദ്യാഭ്യാസപരമായ കൂടുതൽ മെച്ചമായ പഠനങ്ങൾ നടത്താനും ഒക്കെ ഈ സമയം വളരെ നല്ലത് തന്നെയാണ്. ഇനിയും പറയാൻ പോകുന്നത് ഉത്രട്ടാതി, തിരുവോണം, അവിട്ടം. അപ്പോൾ ഈ 12 നാളുകാരെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനിയും പറയാൻ പോകുന്ന നാളുകാർ ചില കാര്യങ്ങളുണ്ട്, അതുകൂടെ നിങ്ങൾ മുഴുവൻ കേൾക്കുക. ഉത്രട്ടാതി, തിരുവോണം, അവിട്ടം ഈ നാളുകാർക്ക് ഈ സമയത്ത് ശ്രമിച്ചാൽ തൊഴിൽ പ്രൊമോഷൻ അല്ലെ തൊഴിൽ ഉയർച്ച തീർച്ചയായിട്ടും ഉണ്ടാകാം. ധനലാഭം ഉണ്ടാക്കാം. പുതിയ തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഭൂമി, വീട് ഇതൊക്കെ വാങ്ങേണ്ടവർക്ക് അത്തരം കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇനിയും പറയാൻ പോകുന്നത് ചിത്തിര, ചോതി, വിശാഖം ഈ നാളുകാർക്ക് ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ശ്രമിച്ചാൽ നല്ല ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭൂമി വാങ്ങുവാൻ പറ്റും. നമുക്ക് നല്ല സമയത്ത് ഇപ്പോൾ നമ്മളൊരു ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, ആ നല്ല സമയത്ത് ശ്രമിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഭൂമി നമുക്ക് കിട്ടാൻ ഉപകരിക്കും. മോശം സമയത്താണെങ്കിലും ഭൂമി വാങ്ങാം, നടക്കും. പക്ഷേ നല്ല ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഭൂമി ആയിരിക്കത്തില്ല കിട്ടുന്നത്. ചിലപ്പോൾ അയൽവക്കക്കാരായിട്ട് എപ്പോഴും വഴക്ക്, ആ ഭൂമിയിൽ എപ്പോഴും പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഭൂമിയായിരിക്കും. അതുകൊണ്ടാണ് ഈ നല്ല സമയം പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞത്. മോശം സമയത്തും ഭൂമി വാങ്ങാം, ഒരു കുഴപ്പവും അല്ല, അത് വാങ്ങൽ നടക്കാം. പക്ഷേ മോശം സമയത്ത് വാങ്ങുന്ന ഭൂമി കൊണ്ട് പിന്നെ ചില പ്രശ്നങ്ങൾ വരാം. അപ്പം എന്നുവെച്ച് വാങ്ങാൻ പറ്റത്തില്ലെന്നില്ല, മോശം സമയത്ത് ഇതൊക്കെ നടക്കാം. പക്ഷെ നല്ല സമയത്ത് നടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഭാവിയിലും നമുക്ക് ഗുണങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്ഥലം, വീട് ഇതൊക്കെ വാങ്ങാനും ഒക്കെ പറ്റിയ സമയമാണ്.
അതുപോലെ സ്ഥാനമാനങ്ങൾ, മത്സരങ്ങളിൽ പങ്കെടുക്കുക, സ്ഥാനമാനങ്ങൾ കിട്ടുക, അങ്ങനെയുള്ള ഒരു അവസരമാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പം ധാരാളം നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് ഈ ഇലക്ഷനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം പലർക്കും ഞാൻ ചില കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പല കാര്യങ്ങളും എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ ഇലക്ഷനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വിജയിക്കത്തില്ല, അത് മനസ്സിലാക്കുക. അത് എല്ലാവരും വിജയിക്കത്തില്ലല്ലോ, അതൊരു സത്യമാണല്ലോ. അപ്പം ഇപ്പോൾ ഇലക്ഷനൊക്കെ ചിലർക്ക് നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തോറ്റാലും വിജയിച്ചാലും നിങ്ങൾ അത് രണ്ടും ഒരു നല്ലതായിട്ട് പരിശ്രമിക്കുക, മാക്സിമം പരിശ്രമിക്കുക. പിന്നെ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. പിന്നെ തോക്കുക വിജയിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിരിക്കുന്ന കാര്യമല്ല. ഇനി തോറ്റാലും വിജയിച്ചാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങളൊരു തിരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് നിങ്ങൾ ഇടപഴകുക, നിങ്ങളുടെ ലോകം വലുതാകുക, നിങ്ങളുടെ ചിന്താഗതികൾ മാറുകയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ അതുകൊണ്ടൊരു ഗുണം ഉണ്ടാകും. അത് തോറ്റാലും ജയിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പഴയ ആളല്ല. പിന്നെ നിങ്ങൾ ധാരാളം ആളുകളെ കാണുന്നു, ധാരാളം ആളുകളോട് സംസാരിക്കുന്നു, ജനങ്ങളുമായിട്ട് ഇടപെടുന്നു, വോട്ട് ചോദിക്കുന്നു. ഇന്നലെ വരെയുള്ള നിങ്ങളല്ല. പിന്നെ നിങ്ങളുടെ ചിന്താഗതി മാറും, നിങ്ങളുടെ മനസ്സ് വലുതാകും, നിങ്ങളുടെ മുന്നിൽ വലിയൊരു ലോകമാണ്. അത് ജയമാണേലും പരാജയമാണേലും നമുക്കത് ജീവിതത്തിൽ ഈ ഒരു അറിവ് അല്ലെ ഈ ഒരു അനുഭവം, ഈ മനസ്സിൻ്റെ ഈ ഒരു മാറ്റം പിന്നീട് ജീവിതത്തിൽ അത് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ വിജയിക്കുന്നവർക്കും ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്തായാലും. അപ്പം നിങ്ങളതിനെ മാക്സിമം പരിശ്രമിക്കുക. എല്ലാവർക്കും ജയിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക, മാക്സിമം പരിശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം തന്നെയാണ്, ഒരു മാറ്റത്തിൻ്റെ സൂചന തന്നെയാണ്. അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് അതിനെ മനസ്സിലാക്കുക. നിങ്ങളുടെ ലോകം വലുതാകുകയാണ്, ചിന്തകൾ മാറുകയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ഉണ്ടാകും. പഴയ നിങ്ങളല്ല. പിന്നെ അതെപ്പോഴും ഓർക്കുക. ഇത്രയും പല ആളുകളോട് വീടുകളിൽ കയറി വോട്ട് ചോദിക്കുന്നു, പല ആളുകളോട് സംസാരിക്കുന്നു, അവരോട് പല ആശയങ്ങൾ കൈമാറുന്നു. അപ്പം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ലോകവും നിങ്ങളുടെ കഴിവും ഒരുപാട് വളർന്നിരിക്കും. അത് ജയവും പരാജയവും പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്തിനാണേലും നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ. അപ്പം ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഇതുപോലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനും ചിലപ്പോൾ അവസരങ്ങൾ ഉണ്ടാകാം. സ്ഥാനമാനങ്ങൾ ചിലർക്ക് ലഭിക്കാം, സമൂഹത്തിൽ മാന്യമായ അംഗീകാരങ്ങളൊക്കെ ചിലർക്ക് ലഭിക്കാം, ധനനേട്ടമുണ്ടാകാം, കുടുംബസുഖമുണ്ടാകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് തന്നെയാണ്. അതുപോലെ മകയിരം, രോഹിണി, കാർത്തിക ഈ നാളുകാർക്ക് മകയിരം, രോഹിണി, കാർത്തിക ഈ നാളുകാർക്കും ധനമാർഗം, ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ, പുതിയ ധനമാർഗത്തിനുള്ള അവസരങ്ങൾ, കുടുംബൈശ്വര്യം, മനസ്സുഖം, ചിലർക്ക് അധികാരപ്രാപ്തി ഇതൊക്കെ കൈവരാമെന്നുള്ളതാണ്. അതുപോലെ ഉത്രം, അത്തം, ചിത്തിര ഈ നാളുകാർക്കും തടസ്സപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങൾ നടക്കാം. പ്രത്യേകിച്ച് ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നടക്കാം. വിവാഹം നടക്കാത്തവർക്ക് നടക്കാം, വിദേശവാസത്തിന് ശ്രമിക്കുന്നവർക്ക് നടക്കാം, വീട് മെയിൻറ്റെയിൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ വീട് വിൽക്കുന്നു, വീട് വാങ്ങുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാം. എന്നുള്ളതാണ് ഈ സമയത്ത് ശ്രമിച്ചു നോക്കിക്കോ. ഞാനീ പറയുന്ന കാര്യം ഇത് കേൾക്കുന്ന പലരുടെയും മനസ്സിൽ ചിന്തയിലുള്ള കാര്യങ്ങളായിരിക്കും. ഞാനീ പറയുന്ന കാര്യങ്ങൾ ഈ നക്ഷത്രത്തിൽ അവർ അല്ലെ വീട് വാങ്ങണം, അല്ലെ ശ്രമിക്കണം, അങ്ങനെ ചിലപ്പം പലരുടെയും ചിന്തയിലുള്ള കാര്യങ്ങളായിരിക്കും ഞാനീ പറയുന്നത്. കാരണം എനിക്ക് അത്ര അനുഭവമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. ഈ നക്ഷത്രക്കാർ ആ സമയത്ത് ശ്രമിച്ചു, നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു, കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങളും ചെയ്യണം. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ക്ഷേത്രത്തിൽ പോയി ഞാൻ എത്രയോ വീഡിയോകളിൽ പറയുന്നുണ്ട് നല്ല കാര്യങ്ങൾ, അതൊക്കെ ചെയ്യുക. തടസ്സമുള്ളവർ ശ്രമിച്ചിട്ടും തടസ്സമുള്ളവർ കൂടുതൽ ശ്രമിക്കുക. അപ്പം ആ ജീവിതത്തിൽ ആ നല്ല സമയം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് തിരുവാതിര, പുണർതം ഈ നാളുകാർക്ക് വീടും സ്ഥലവും, വീട് വാങ്ങുക, വീട് വിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നത് നല്ലതാണ്. അല്ലെ വീട് മെയിൻറ്റെയിൻ ചെയ്യുക, ഈ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നത് നല്ലതാണ്. പിന്നെ പുതിയ ഒരു മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റിയ ഒരു സമയമാണ്. അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. സാമ്പത്തികപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. പിന്നെ വീട് വാങ്ങാൻ ശ്രമിക്കുന്നവർ നല്ല രീതിയിൽ ശ്രമിച്ചാൽ വീട് സ്ഥലമൊക്കെ വാങ്ങാൻ പറ്റും.
വിൽക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ശ്രമിച്ചാൽ പറ്റും. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഒരാളുടെ ഒരു 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 ഓഫീസിൽ ഇരുന്നല്ല, ഞാൻ വേറൊരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരാളുടെ ആ വീട്ടിലെ 3-4 പേരുടെ ഉണ്ട് ഗ്രഹനില എന്നോട് ടൈം പറഞ്ഞ് ഞാനോട് നോക്കിയപ്പം അതിൽ ഒരാളുടെ നക്ഷത്രം പുണർദമാണ്. അപ്പം ഞാൻ പറഞ്ഞു വിദേശത്തിനൊക്കെ ശ്രമിച്ചാൽ നല്ലതാണ്, അപ്പം ഇപ്പം പോയാൽ ഇച്ചിരി ബുദ്ധിമുട്ട് ആദ്യം വന്നാലും പക്ഷേ രക്ഷപ്പെടും, ഈ സമയത്തൊക്കെ ശ്രമിച്ചാൽ നല്ലതാണ്. അപ്പോൾ അവർ പറഞ്ഞു കുട്ടി ജർമ്മൻ ഭാഷ പഠിച്ച് പാസ്സായിട്ട് നിൽക്കുകയാണ്, ഉടനെ തന്നെ പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ശ്രമിച്ചു, കുടുംബം രക്ഷപ്പെടും. അപ്പോൾ സന്തോഷമാണ്. പിന്നെ ഇങ്ങനെയുള്ള ചില സമയങ്ങളിൽ ചിലപ്പം ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും പിടിച്ചു നിൽക്കണം. അപ്പോൾ നമുക്ക് ആ ജീവിതത്തിൽ കൂടുതൽ ഒരു നല്ല മാറ്റം, ജീവിതത്തിൽ നല്ലൊരു ഭാവി ഉണ്ടാകാൻ ഉപകരിക്കും. ഇതുപോലെയുള്ള ചില സമയങ്ങളിൽ ചില ടേണിംഗ് പോയിൻ്റ് ജീവിതത്തിൽ നടക്കും. ആ സമയങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം മകം പൂരം ഉത്രം ഒക്കെ, മകം പൂരം ഉത്രം നാളുകാർക്കും ചിലപ്പം ഇലക്ഷന് നിൽക്കാനുള്ള ചില അവസരങ്ങളോ ഒക്കെ ചിലർക്ക് വരാം. അതുപോലെ മൂലം പുരാട ഉത്രാട തിരുവാതിര പുണർത ഈ നാളുകാർക്കും ഒക്കെ ചിലപ്പോൾ അവസരങ്ങൾ വരാം. എന്ന് കരുതി നമ്മളെക്കൊണ്ട് പറ്റുന്ന അത്രയും ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റമാണത്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ ആളുകളെ കാണുന്നു, ഒരുപാട് ആളുകളുമായി സംസാരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ലോകം വലുതാകുകയാണ്. അങ്ങനെ അതിനെ കണ്ടാൽ മതി കേട്ടോ. അത് വിജയമാണേലും പരാജയമാണേലും അതിനെ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക സന്തോഷത്തോടെ. പിന്നെ മാക്സിമം പരിശ്രമിക്കുക വിജയിക്കാൻ വേണ്ടി തന്നെ. അങ്ങനെ മനസ്സിലാക്കുക. നമ്മളിപ്പം ഇന്ന ഒരു സമയം ഇന്ന നക്ഷത്രക്കാർക്ക് പുതിയൊരു തൊഴിൽ മാറ്റം, അല്ലെ തൊഴിൽ ഉയർച്ച, അല്ലെ പുതിയ ഒരു ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾ, ഡെവലപ്മെൻറ്റുകൾ, അല്ലെ പുതിയ ഒരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഒരു ഡെവലപ്പ് ചെയ്യാനുള്ള സമയമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചുമ്മാ പോയി ഒന്നും ആലോചിക്കാതെ ഒന്നും അറിയാത്തൊരു തൊഴിൽ ചെയ്യുക എന്നല്ല ഞാൻ പറയുന്നത്. ചുമ്മാ പോയി മണ്ടത്തരങ്ങൾ ചെയ്യാമെന്നല്ല. നമ്മൾ ആലോചിച്ച് അന്വേഷിച്ച് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണ്, നമുക്കതിനെക്കുറിച്ച് അറിയാം, നമുക്കതിനെക്കുറിച്ച് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളത് ചെറിയ രീതിയിൽ നമ്മളത് ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ സമയത്ത് നമ്മൾ ഒരു അറിയാൻ വയ്യാത്ത പോയി തൊഴിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വസിച്ച് ഒരു തട്ടിപ്പുകളിൽ പോയി പണം നിക്ഷേപിക്കണമെന്നോ ഒന്നുമല്ല ഈ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതൊരു പുതിയ തൊഴിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്നതാണോ എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ചെയ്താൽ നന്നായിരിക്കും. അത് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. നമുക്കതിനുള്ള കഴിവുണ്ടോ, നമുക്കതിനുള്ള സാഹചര്യമുണ്ടോ, നമ്മളെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, അല്ലെങ്കിൽ അതൊരു ശരിയായുള്ളൊരു കാര്യമാണോ ആലോചിച്ച് അന്വേഷിച്ച് അങ്ങനെ ഉറപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു നല്ല സമയങ്ങൾ അത് പ്രയോജനപ്പെടുത്തിയാൽ അത് ജീവിതത്തിൽ നല്ലൊരു ഗുണമായിട്ട് വരും എന്നുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് അറിയാൻ വയ്യാത്ത കാര്യത്തിൽ പോയി ഈ സമയത്ത് പണം കൊണ്ട് നിക്ഷേപിച്ചാൽ പണം നഷ്ടപ്പെടുക തന്നെ ചെയ്യും, അല്ലാതെ യാതൊരു സംശയവുമില്ല. അതുപോലെ അറിയാൻ വയ്യാത്ത ബിസിനസ് ഈ സമയത്ത് നല്ല സമയമാണെന്ന് ചെയ്താൽ പണം നഷ്ടപ്പെടുക തന്നെ ചെയ്യും, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഏതാണേലും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ കൈ നിൽക്കുന്ന കാര്യങ്ങൾ, നമുക്ക് നഷ്ടം വരാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തെ അത് വലിയ രീതിയിൽ ബാധിക്കാത്ത കാര്യങ്ങൾ, അതായത് നഷ്ടം വന്നാലും നമുക്ക് പ്രശ്നമില്ല എന്ന്, വലിയ പ്രശ്നമില്ല എന്ന് ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മളെപ്പോഴും ചെയ്യാവുള്ളൂ. ഇപ്പം നമ്മുടെ ക്യാപിറ്റലുണ്ട്, കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സിൽ ചെറിയ നഷ്ടം വന്നാൽ അല്ലെങ്കിൽ ഒരു നഷ്ടം വന്നാൽ പോലും അത് നമ്മുടെ വീട് സ്ഥലവും ഒന്നും വിൽക്കേണ്ട സാഹചര്യം വരത്തില്ല. അങ്ങനെ ഉറപ്പ് വരുത്തി നമ്മുടെ ആ ക്യാപിറ്റൽ കൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കാര്യങ്ങൾ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, മറ്റൊരാളുടെ സഹായം ഇല്ലേ പോലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതുപോലെ തന്നെ നമുക്കതിൽ ഒരു ബെറ്ററായിട്ട് അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ ഈ സമയത്തൊക്കെ നമ്മളങ്ങനെയുള്ള ഒരു നല്ല കാര്യങ്ങൾ ശ്രമിച്ചാൽ നമുക്കത് നേട്ടമാകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നല്ലതാണ്. മാസത്തിൽ ഒരു ദിവസം ബാക്കി എല്ലാ ദിവസങ്ങളും പൊക്കോട്ടെ, ഒരു ദിവസം നമ്മൾ സ്വാർത്ഥതയില്ലാതെ ഒന്ന് പെരുമാറുക. ഒറ്റ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകിട്ട് കിടക്കുന്നതും വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്വാർത്ഥതയില്ലാതെ സത്യസന്ധമായിട്ട് പെരുമാറുക. ഒറ്റ ദിവസം, മാസത്തിൽ ഒരു ദിവസം. അതായത് ഈ കഫമൊക്കെ മാറി വരുന്നേ ഉള്ളൂ, അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇച്ചിരി വെള്ളം കുടിക്കാതെ പറ്റത്തില്ല. അതുകൊണ്ടാണ്
അപ്പം ഈ മാസത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏത് ദിവസം മുതൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒരു ദിവസം രാവിലെ ഉണർന്നത് മുതൽ കിടക്കുന്നിടം വരെ നമ്മൾ സത്യസന്ധമായിട്ടൊന്ന് പെരുമാറുക. നമ്മളോട് തന്നെ സത്യസന്ധമായിട്ട് പെരുമാറുക. ആരുടെ അഭിപ്രായം കിട്ടാനോ ആരുടെയും കൺഗ്രാജുലേഷൻസ് കിട്ടാനോ ഒന്നുമല്ല. നമ്മളോട് തന്നെ സത്യസന്ധനായിട്ട് പെരുമാറുക. സ്വാർത്ഥതയില്ലാതെ പെരുമാറുക. ഇത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞു നമ്മൾ കുളിക്കുന്നു. കുളി കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന പാത്രം നമ്മൾ തന്നെ കഴുകുന്നു. നമ്മൾ ഒരാളെ കണ്ടാൽ ചിരിക്കുന്നത് അയാളെ കൊണ്ട് എനിക്ക് നാളെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്ന ചിന്തയിൽ പാടില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ സത്യസന്ധമായിട്ട് ചിരിക്കുക. ഒരാൾ ചോദ്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മറുപടി പറയുക. അവിടെ ഒന്നും ഒരു ലാഭം പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ എനിക്ക് അയാളെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവണമെന്ന രീതിയിലോ സംസാരിക്കാതിരിക്കുക. മാസത്തിൽ ഒരു ദിവസം അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നിങ്ങളിപ്പം രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നു. നിങ്ങൾ ക്ഷേത്രത്തിലോ അല്ലെ എവിടെ വെച്ചാണെങ്കിലും ഈ വയ്യാത്തവർ, ഭിക്ഷ യാചിക്കുന്നവർ, അർഹരായവരെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ആഗ്രഹിക്കാതെ, പുണ്യം വേണ്ട, നമുക്ക് പുണ്യം വേണ്ട, ഒന്നും വേണ്ട, സന്തോഷത്തോടെ ഒരു നേരം അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പൈസ അതുകൊണ്ട് ഒരു നേരം അവർക്കത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി കൊടുക്കുക. ഒരു പുണ്യം ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായിട്ട് കൊടുക്കുക. അത് പറ്റുന്ന പോലെ ചെയ്യുക. പിന്നെ ജോലിയാണെങ്കിൽ ജോലിക്ക് കൃത്യസമയത്ത് പോവുക. 9 എന്ന് പറഞ്ഞാൽ 9 സമയത്ത് 9 മണിക്ക് തന്നെ ചാർജ് എടുക്കുക. അല്ലെങ്കിൽ 10 മണി എന്നുള്ള 10 മണിക്ക് തന്നെ ചാർജ് എടുക്കുക. അവിടെ ശമ്പളം കൂടുതലോ കുറവോ എന്നുള്ളതല്ല. നമ്മളെ ചെയ്യുന്ന ജോലി സത്യസന്ധമായിട്ട് ചെയ്യുക. അത് ശമ്പളം ചിലപ്പോൾ കൂടുതലോ കുറവായിരിക്കാം. കൂടുതൽ വേണമെങ്കിൽ വേറെ സ്ഥാപനം നോക്കാമെന്നുള്ളൂ. പക്ഷെ ആ ജോലി ചെയ്യുമ്പോൾ അതിനോട് സത്യസന്ധത പാലിക്കുക. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ എല്ലാ കാര്യങ്ങളും ഒരു സത്യസന്ധത സ്വയം പുലർത്തുക. ആരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, ആരും അഭിപ്രായം പറയാൻ വേണ്ടിയല്ല. നമ്മളോട് തന്നെ സത്യസന്ധനാകുക. സ്വാർത്ഥതയില്ലാതെ പെരുമാറുക. നിങ്ങൾക്കതൊരു അനുഭവമായിരിക്കും. ഒറ്റ ദിവസം മാസത്തിൽ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈശ്വരനെ അറിയും. നിങ്ങൾക്ക് പിന്നെ ഈശ്വരൻ ഒരു ചോദ്യമല്ല, ഒരു ഉത്തരമായിരിക്കും. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയാം. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ അന്നേ ദിവസം ആളുകൾക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക എന്ന് വെച്ച് ഇപ്പം നിങ്ങൾ ഒരു ഫ്രോഡ് ഒരാൾ നിങ്ങളുടെ മുന്നിൽ വന്നാൽ അയാൾക്ക് നിങ്ങൾ പൈസ കൊടുക്കണമെന്നല്ല. നിങ്ങൾക്ക് പറ്റുന്ന സത്യസന്ധമായിട്ട് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചുള്ള സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കൊരാൾ പൈസ കൊടുത്താൽ തിരിച്ചു തരാത്തവനാണെങ്കിൽ അന്ന് കൊടുക്കണമെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുക. ക്ഷേത്രത്തിൽ പോവുക. നിങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കുക. ആ ഈശ്വരനെ മാത്രം തൊഴുത്, ഈശ്വര ഈ ലോകത്തിലുള്ള എല്ലാവർക്കും നന്മ വരണേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ സ്വാർത്ഥതയില്ലാതെ പ്രാർത്ഥിക്കുക. ഒരു ദിവസം എന്തൊരു സന്തോഷമായിരിക്കും പറയും. വയ്യാത്തവർക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ അവർക്ക് അർഹരായവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദാനങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. പിന്നെ ഇപ്പം മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുക. ഒരു പുണ്യവും പ്രതീക്ഷിക്കാതെ പുണ്യം വേണ്ടതേ നമുക്ക്. ഒരു ദിവസം അങ്ങനെ ചിന്തിച്ച് നോക്കുക. എനിക്ക് പുണ്യം വേണ്ട, നമ്മളെക്കൊണ്ട് പറ്റുന്ന നല്ല കാര്യം ചെയ്യുന്നു. ഈശ്വര മനസ്സിൽ എന്തൊരു സന്തോഷമായിരിക്കും അറിയോ. ഒറ്റ ദിവസം മാസത്തിൽ ഒന്ന് ചെയ്ത് നോക്കുക. പറ്റുന്ന പോലെ നിങ്ങൾ ഈശ്വരനെ അറിയും. പിന്നെ മുതൽ നിങ്ങൾക്ക് ഈശ്വരന് ഒരു ചോദ്യമല്ല, ഒരു ഉത്തരമായിരിക്കും. നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. അവിടെ തൊട്ട് നിങ്ങളുടെ ജീവിതം മാറും. ഒരു സംശയം വേണ്ട. പിന്നെ ഒരു പ്രതിസന്ധിക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ഈശ്വരൻ പിന്നെ നിങ്ങളുടെ കയ്യെത്തും തോറും നിങ്ങളുടെ ഉള്ളിലുണ്ടാകും എപ്പോഴും. അതൊരു അനുഭവമായിരിക്കും. മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങളുടെ മക്കളൊരു കാര്യം ചോദിച്ചാലും ആ പിള്ളേരല്ലേ അല്ലെ അവരെ പുച്ഛത്തോടെ കാണാതെ അവർ ചോദിക്കുന്ന സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കുക മറുപടി. സംശയങ്ങൾ ചോദിച്ചാൽ നമ്മുടെ മുന്നിൽ വരുന്നവരോട് സത്യസന്ധമായിട്ട് പെരുമാറുക. ഒന്നിനും വേണ്ടിയല്ല, ഒരു പുണ്യത്തിനും വേണ്ടിയല്ല, ഒരു കാര്യലാഭത്തിനും വേണ്ടിയല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമായിട്ട് ചെയ്യുക. ഒറ്റ ദിവസം ഒന്ന് ശ്രമിച്ചു നോക്കുക. നിസ്വാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കുക. ഇപ്പം നമ്മുടെ അച്ഛനല്ല അമ്മ ചില കാര്യങ്ങൾ പറഞ്ഞു അവർക്കത് മനസ്സിലായില്ല, ഉടനെ അവരോട് ദേഷ്യപ്പെടുക. ഇതൊന്നും ചെയ്യരുത്. അന്നേ ദിവസം ഒരു ക്ഷമയോടുകൂടി ഇപ്പോൾ ഒരാൾക്കൊരു പോരായ്മ ഉണ്ടെങ്കിൽ
ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചാലും ചെയ്യാനുള്ള കഴിവ് കാണത്തില്ല. അവരോട് ക്ഷമിച്ച് വീണ്ടും അവർക്ക് നല്ലതായിട്ട് പറഞ്ഞു കൊടുത്ത് ആ കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിപ്പിക്കുക. ഒരാൾക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ അത് ക്ഷമിച്ച് അവരെ നമുക്ക് ക്ഷമിച്ച് അവരെ പറഞ്ഞത് ശരിയായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ കാര്യം ശരിയായിട്ട് ചെയ്യിക്കുക. അവരോട് ദേഷ്യപ്പെടാതെ. ഇങ്ങനെ മാസത്തിൽ ഒരു ദിവസം ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇതൊരു രഹസ്യമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടായിരിക്കും. അത് ശിവനാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ശിവബോധമാണ്, അത് ഈശ്വരനാണ്, അത് പരമേശ്വരനാണ്, അത് സെനത്ത് പോയിൻ്റാണ്, ഈശ്വരീയമായ ഒരു അനുഭവമാണ്. ആ ഒരു സന്തോഷമാണ് ഈ യോഗിമാർക്കും സന്യാസിമാർക്കും ഒക്കെ അവരുടെ ഉള്ളിൽ കിട്ടുന്നത്. അവർ ലോകത്തിന് മുഴുവൻ ലോകത്തിന് വേണ്ടി മുഴുവൻ അവർ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വേണ്ടി ഒന്നും ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ നിസ്വാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദോഷം വരാത്ത, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ സത്യസന്ധനാകുക. ഒരു ദിവസം നിസ്വാർത്ഥനാകുക. അത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കളും എൻ്റെ മക്കൾക്കും എല്ലാം വേണമെന്നുള്ള ചിന്ത ഒരു ദിവസത്തേക്ക് ഉപേക്ഷിച്ച് എല്ലാവർക്കും നന്മ വരണമെന്നുള്ള രീതിയിൽ ഒരു ദിവസം ഒന്ന് നമ്മളെക്കൊണ്ട് പറ്റുന്ന പ്രവൃത്തികൾ ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഒറ്റ ദിവസവും ഒരു ദാനം ചെയ്താൽ പോലും അത് പുണ്യം പോലും ആഗ്രഹിക്കുക ദാനം ചെയ്യുക. നിങ്ങൾക്കൂടെ പറ്റുന്ന പോലെ മതി. അർഹരായവർക്കായിരിക്കണം കേട്ടോ. ഫ്രാഡുകൾക്കൊന്നും കൊടുക്കരുത്. അർഹരായവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ഉള്ളിൽ. ആ സന്തോഷം ആര് വിചാരിച്ചാലും ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ആ സന്തോഷം ഇല്ലാതാകത്തില്ല. നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടു, കുറച്ച് കഴിയുമ്പോൾ സന്തോഷം ഇല്ലാതാകും. ഒരു പാട്ട് കേട്ടു, കുറച്ച് കഴിയുമ്പോൾ സന്തോഷം ഇല്ലാതാകും. നമ്മളൊരു ആഘോഷത്തിൽ പങ്കെടുത്തു, കുറച്ച് കഴിയുമ്പോൾ സന്തോഷം ഇല്ലാതാകും. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ സന്തോഷം ഇല്ലാതാകും. അതുകൊണ്ട് ആ മനുഷ്യൻ എപ്പോഴും ഓരോ പുതിയ കാര്യങ്ങളുടെ പുറകെ ഓടി നടക്കുന്നത്. അവനൊന്നിലും സന്തോഷം അങ്ങോട്ട് സ്ഥിരമായിട്ട് കിട്ടത്തില്ല. പക്ഷെ ഇങ്ങനെ ചെയ്ത് നോക്കി നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷം, നിങ്ങളെപ്പോഴും സന്തോഷവാനായിരിക്കും. നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വന്നു തുടങ്ങും. ഈശ്വരൻ നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങൾ ഈശ്വരനെ അറിയാൻ തുടങ്ങും. നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കുന്നവരോ ഏത് വേഷം ധരിക്കുന്നവരോ ആരുമായിക്കൊള്ളട്ടെ, ഏത് രാജ്യത്ത് ജീവിക്കുന്നവരോ ആരുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും എനിക്ക് ശരിയെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. എനിക്ക് ശരിയെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ നിരീക്ഷണവും എൻ്റെ അനുഭവങ്ങളുമാണ്. ആവശ്യമുള്ളവർ സ്വീകരിക്കുക, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. പിന്നെ ഞാൻ ഈ വീഡിയോ പറയുന്ന ആളുകാരെക്കുറിച്ച് പറഞ്ഞാൽ പൊതുഫലങ്ങളാണ്, സാമാന്യ പൊതുഫലങ്ങളാണ്. ജനിച്ച സമയവും ഒക്കെ അനുസരിച്ച് അതിനൊക്കെ വ്യത്യാസം വരും. എങ്കിലും ഗുണം വരുന്ന കാര്യങ്ങളാണ്. സാമാന്യ പൊതുഫലങ്ങളാണ്. എങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതോട് ഗുണം മാത്രം ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളാണ്. ചിലർക്കെങ്കിലും ജീവിതത്തിൽ കൂടുതലായിട്ട് ചിലർക്കെങ്കിലും ജീവിതത്തിൽ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരുത്തുന്ന നല്ല കാര്യങ്ങളാണ്. ആവശ്യമുള്ളവർ മനസ്സിലാക്കുക, സമയം പ്രയോജനപ്പെടുത്തുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.